ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വള്ളിച്ചീര അല്ലെങ്കിൽ വഷളച്ചീര അല്ലെങ്കിൽ മലബാർ ചീര ഇങ്ങനെ നാമമുള്ള ഈ ചീരയെക്കുറിച്ചുള്ള ഗുണങ്ങളും അതേപോലെ ഈ ചീര എങ്ങനെ കറി വയ്ക്കാമെന്നും ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ ഗുണങ്ങളൊന്ന് നമുക്ക് നോക്കിയാലോ. ഈ ഒരു ചീര ഇരുമ്പ്, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയവയുടെ നല്ല ഒരു ഉറവിടമാണ്. ഇതിൽ കാൽഷ്യം നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും, പൊട്ടാസ്യം, മഗ്നീഷ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. അതേപോലെ വൈറ്റമിൻ സി, ഇ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ രോഗപ്രതിരോധത്തിന് ഉത്തമ ആഹാരമാണിത്. പിന്നെ മറ്റൊന്നാണ് ഇതിലടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിൻ. അത് നമ്മുടെ കാഴ്ചശക്തിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ആർത്രൈറ്റിസ് അഥവാ വാദമുള്ളവർക്ക് ഇത് നല്ലൊരു ആഹാരമാണ്. വാദമായി ബന്ധപ്പെട്ടിട്ടുള്ള വീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. വായിലെ അൾസറിനും വിളർച്ചയ്ക്കും ഇത് ഒരു ഉത്തമ പരിഹാരമാണ്. കുറഞ്ഞ കലോറിയും ഉയർന്ന നാരുകളും അടങ്ങിയതിനാൽ ഇത് ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത്രയേറെ ഗുണമുള്ള ഈ ചീര നമ്മുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തുന്നത് നല്ലതാട്ടോ. ഇനി നമുക്കിതെങ്ങനെ കറി വെക്കാമെന്ന് നോക്കിയാലോ. കറി വയ്ക്കാനായി ആദ്യമായി എടുത്തിരിക്കുന്നത് പരിപ്പാണ്. 3 ടേബിൾ സ്പൂൺ പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കുഞ്ഞേ ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കുക്കർ മൂടി വയ്ക്കാം. എന്നിട്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ 2 വിസിലാണ് അടുപ്പിക്കുന്നത്. കാരണം ഞാൻ മസൂർ ഡാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് ഡാലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം അതിൻ്റെ വിസിൽ നോക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ചീര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഒന്ന് ചെറുതാക്കുക. എന്നിട്ട് 5 മിനിറ്റ് നേരം വേവിക്കുക. അതിന് കൂടുതൽ വേവിക്കരുത്, കാരണം അതിലുള്ള ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. ചീര വേകുന്ന സമയം നമ്മൾക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം. അതായത് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ തേങ്ങയിലേക്ക് 4-5 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് നന്നായി അരക്കുക. ഈ അരപ്പ് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കറി നന്നായി പതപ്പിക്കുക. തിള വരാതെ സൂക്ഷിക്കണം. ഈ കറിയിൽ ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ആക്കാവുന്നതാണ്. ഇതിനെ നമുക്ക് തൂമിക്കാവുന്നതാണ്. അതിനായി നമുക്ക് ഒരു പാൻ എടുക്കാം. പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലെയിം ചെറുതാക്കി വെച്ച് 2 ഉണക്കമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഉണക്കമുളകാണ് ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇടാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കറി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്